നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മകളുടെ ജീവിതം ഇനി എന്താവും ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മ. പൊന്നാരൻ തോട്ടത്തെ രാജകുമാരിയോ? കേട്ടോ മഞ്ജു, പൊന്നാരൻ തോട്ടത്തെ ബിസിനസ് ഒക്കെ ഭാവിയിൽ ഇവളല്ലേ കൈകാര്യം ചെയ്യാൻ പോകുന്നേ? അഞ്ജിതനോടത്തെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ പോകുന്നെന്ന് പൊന്നാരൻ തോട്ടത്തിന് ആരാ അമ്മയോട് പറഞ്ഞേ? അത് പിന്നെ ആര് പറയാൻ, നമുക്കൊന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടുത്തെ ആൺമക്കളിൽ ഏറ്റവും മിടുക്കൻ അഭിഷേക. അതുകൊണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ മുഴുവൻ അവനെ ഏൽപ്പിച്ചിരിക്കാം. ഋഷിക്ക് റിസോർട്ടിലും മറ്റുവാ താല്പര്യം. പിന്നെ സിദ്ധുവിന് അത്രയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അഭിഷേക് നോക്കുന്ന ബിസിനസിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അഞ്ജിത ഏറ്റെടുക്കേണ്ടി വരും. അല്ലടി മോളെ? അതെ അതെ, അതമ്മ പറഞ്ഞത് ശരിയാ. ഇനി അവിടുത്തെ ബിസിനസ്സുകള് അഭിയേട്ടനോടൊപ്പം ഞാൻ തന്നെ നോക്കി നടത്തേണ്ടത്. അതൊരു നല്ല ഭാര്യ എന്ന നിലയില് എന്റെ കടമയാണല്ലോ. അല്ല പിന്നെ ഇടുക്കി. മഹാമായേ, നാളെ എന്റെ മോളുടെ വിവാഹമാണ്. അവൾക്ക് നല്ലൊരു വരനെ നൽകാൻ ഞാൻ എത്ര പ്രാർത്ഥിച്ചതാണ്. എന്നിട്ടും നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. കേട്ടല്ലോ, എന്റെ പ്രാർത്ഥന മുഴുവൻ ഭഗവാൻ കേട്ടല്ലോ. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ഏറ്റവും നല്ലൊരു പെൺകുട്ടി തന്നെയാ എന്റെ മകന്റെ വധുവായിട്ട് വരുന്നത്. നാളെ അവന്റെ വിവാഹം. ഭഗവാന്റെ അനുഗ്രഹം എന്നും എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവണം. അവന്റെ വിവാഹം മംഗളമായിട്ട് അവിടുന്ന് നടത്തിത്തരണം. ആ വിവാഹം എത്ര മംഗളകരമായി അവിടുന്ന് നടത്തിയാലും എന്റെ മനസ്സിന്റെ വിഷമം ഒരിക്കലും മാറില്ല. എന്റെ മനസ്സിന്റെ വിഷമം മാറി സിദ്ധുവിന്റെ വിവാഹം നടക്കുമെന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. അതിപ്പോ പൂർണ്ണമായിട്ടും മാറി. എനിക്കിപ്പോ വളരെ വളരെ സന്തോഷമുണ്ട്. സന്തോഷിക്കാൻ പറ്റില്ല. ഈ വിവാഹത്തില് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. എന്റെ മകളുടെ ജീവിതം ഇനി എന്താവും ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മ. ഭഗവാനെ, അങ്ങയുടെ ഈ കരുണയ്ക്ക്, അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി, നന്ദി.
ഇത് വീണ് കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു, അതുകൊണ്ട് പിടിച്ചാട്ടോ. കുഴപ്പമൊന്നുമില്ലേ? മഹേട്ട, സിദ്ധു രാത്രിയിലെ മരുന്ന് കഴിച്ചായിരുന്നോ? മായ അത് കൃത്യമായിട്ട് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടതാ. ആ. നാളെ ഇവന്റെ കല്യാണമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അതാലോചിക്കുമ്പോ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ വേദനയും എന്റെ മനസ്സിലുണ്ട്. സിദ്ധുവിന്റെ കാര്യത്തിൽ ഇനി എന്നാ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാനാവുക? ഇവൻ എന്റെ വയറ്റിലുണ്ടെന്ന് ഞാൻ ആദ്യം അറിഞ്ഞ നിമിഷം എനിക്ക് സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അന്ന് മഹേട്ടൻ എന്റെ രക്ഷയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ അവസ്ഥ? എനിക്കന്ന് മഹേട്ടനെ ലഭിച്ചതുപോലെ ഒരു ഭാഗ്യ സിദ്ധുവിനിപ്പൊ കിട്ടിയിരിക്കുന്ന ദേവിക എന്ന ഭാഗ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.